ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കറിയുടെ ബേസ് എന്നോ ഒരു സോസ് എന്നോ ചട്നി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോൻ്റെ ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ. ടാക്കോസിന്, പാസ്തയ്ക്ക്, പിസ്സയ്ക്ക്, അതുകൂടാതെ നോർത്ത് ഇന്ത്യൻ കറികൾക്കും ബിരിയാണിക്കും ഈവൻ ചട്നി ആയിട്ട് നമുക്ക് ദോശയുടെ കൂടെയും മോമോസിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൊമാറ്റോൻ്റെ ചട്നി എന്നോ ടൊമാറ്റോ സോസ് എന്നോ ടൊമാറ്റോ ഗ്രേവി എന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് സാധാരണ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക്കിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 നോർമൽ ചില്ലിയും പിന്നെ ഒരു 3 കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഈ കാശ്മീരി ചില്ലി ഇടുമ്പോൾ നമ്മുടെ കറിക്കും ഈ ഗ്രേവിക്കും നല്ലൊരു കളറും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് കൂടുതൽ ഉപയോഗിക്കാം. ഇതിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു 3 ടൊമാറ്റോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കാവണമെങ്കിൽ ഒരു 3-4 കാഷ്യൂനട്ടും കൂടി ഇടാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഒരു കട്ടിയായിട്ട് ഇതൊരു ചട്നിയുടെ ടൈപ്പിലാണ് ഞാനിത് എടുക്കുന്നത്. ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റായി. ഇനി ഇതിനെ നന്നായി നമുക്കതിനെ മാഷ് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ ഈ ചൂടിൽ തന്നെ നമ്മളതിനെ നന്നായിട്ട് മാഷ് ആക്കണം. അപ്പോഴേ ഈ പൾപ്പൊക്കെ നന്നായി വേവുള്ളൂ കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ഈ മുളക് ഇല്ല എങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ഇത് സ്പെഗറ്റിയുടെ കൂടെ നല്ലൊരു സോസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ പാസ്ത ബേക്ക് ചെയ്യുമ്പോൾ നോർമൽ പാസ്ത റെഡ് സോസ് പാസ്ത ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറികളിലേക്ക് അതല്ലാതെ നോർത്ത് ഇന്ത്യൻ ബിരിയാണികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ചൂടോടുകൂടി അരക്കരുത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി അരച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് തെറിച്ച് വരും. അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് അരയ്ക്കാം. ഇപ്പോൾ ഇതാ നന്നായി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചട്നിയായി നമുക്കിതിനെ ഉപയോഗിക്കാം. ടാക്കോസിൻ്റെ ബേസിൽ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് കറികൾക്കത് യൂസ്ഫുൾ ആവും കേട്ടോ. ദോശയുടെ കൂടെ ഇങ്ങനെ ചട്നി ഉപയോഗിക്കാം. അതല്ല നിങ്ങൾ ബേസായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഇതിനെ വേവിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഓൾ പർപ്പസ് ബേസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.